വേദജ്യോതിഷമനുസരിച്ച് മാർച്ച് 10, 11, 12, 13 എന്നീ ദിവസങ്ങൾ മകയിരം, തിരുവാതിര, പുണർദം, ചിത്തിര, ചോതി, വിശാഖം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നിങ്ങനെയുള്ള 11 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാന ദിനങ്ങളാണ്. ഈ 4 രാശിക്കാരിലേക്ക് അത്യപൂർവമായ കാര്യങ്ങൾ വന്നു ചേരുവാൻ കാരണമാകുന്നത് സമ്പത്തിൻ്റെയും ഉയർച്ചയുടെയുമൊക്കെ ദാതാവായ ശുക്രൻ എന്ന ഗ്രഹവും സ്നേഹത്തിൻ്റെയും ഉയർച്ചയുടെയും സന്തോഷത്തിൻ്റെയുമൊക്കെ ദാതാവായ ചന്ദ്രനും നിങ്ങൾക്ക് ഏറ്റവും ശുഭസ്ഥാനത്ത് വരുന്നതിനാലാണ്. ഈ ഒരു സമയത്തെ ഏറ്റവും സവിശേഷമായ ഒരു സമയമായിട്ടാണ് ജ്യോതിഷ ലോകം തന്നെ കണക്കാക്കുന്നത്. കാരണം ഈ 2 ഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇത്രയും പ്രാധാന്യമറിയിക്കുന്ന ഈ 4 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ജ്യോതിഷ പ്രകാരമുള്ള ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും ശുഭസ്ഥാനത്തുള്ള ഭാഗ്യദശ കൊണ്ട് ജീവിതത്തിൽ മാർച്ച് 10, 11, 12, 13 തീയതികളിൽ ഏറ്റവും നല്ല സമയം തെളിയുന്ന ആദ്യത്തെ രാശിക്കാർ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. ഈ മിഥുനം രാശിക്കാരായിട്ടുള്ള 3 നക്ഷത്രക്കാരോടും ഇപ്പോൾ തുടക്കത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും പോസിറ്റീവായി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. കാരണം ഈ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് വന്നു നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എന്തൊരു കാര്യം നല്ല രീതിയിൽ ആഗ്രഹിച്ചാലും അതെല്ലാം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതുപോലെ തന്നെ എത്രയൊക്കെ നല്ല സമയം തെളിഞ്ഞു വന്നാലും അതിൻ്റെ ഒന്നും ഗുണഫലങ്ങൾ കാണുവാൻ കഴിയാത്ത ഒരുപാട് മിഥുനം രാശിക്കാരുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് നല്ല സമയമാണ് എന്നുള്ളത് വിശ്വസിക്കാനുള്ള മനസ്സ് പോലും ആർക്കും ഇല്ല എന്നതിനാലാണ്. നിങ്ങൾക്ക് നല്ലത് വരുമെന്ന് നിങ്ങൾ തന്നെ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണഫലങ്ങളും ലഭിക്കുകയുള്ളൂ എന്നത് ഒരു പ്രപഞ്ച സത്യമാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ശുഭസ്ഥാനത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനങ്ങൾ വന്നു ചേരുന്ന തരത്തിലുള്ള പല സാഹചര്യങ്ങളും തെളിഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു അറുതി വരുന്ന സമയമാണ് നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ മാർച്ച് 10, 11, 12, 13 തീയതികളിലായി ഇതിനു മുൻപ് തന്നെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ വിളിക്കായി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ സിദ്ധിക്കുന്നതായി കാണുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് വളരെ സന്തോഷമുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും തന്നെ മാറ്റുന്ന ഒരു കാര്യമായിരിക്കും. അതിനോടൊപ്പം തന്നെ
ഈ മാർച്ച് 10, 11, 12, 13 തീയതികളിൽ വിനോദയാത്രകൾ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് മനസ്സിന് വളരെയധികം സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള അപ്രതീക്ഷിതമായ കാഴ്ചകളൊക്കെ കാണുവാനും നിങ്ങളുടെ മാനസിക സന്തോഷം വളരെയധികം ഇരട്ടിക്കുന്ന തരത്തിലുള്ള ചില നിമിഷങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനും ഇടയാകും. അതായത് നിങ്ങളുടെ മനസ്സിൽ സന്തോഷത്തോടെ ഓർത്തു വയ്ക്കുവാനുള്ള ചില നല്ല നിമിഷങ്ങൾ ലഭിക്കുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ദിവസങ്ങൾ. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുള്ള സാമ്പത്തിക ശേഷിയും നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്ന ചില സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ തന്നെ ഉന്നമനത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് നടക്കും. ഇനി എടുത്തു പറയേണ്ടത്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ വളരെയധികം നേരിടുകയും വീട് വരെ ജപ്തിയിലാകും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന മിഥുനം രാശിക്കാരെ പറ്റിയാണ്. പറഞ്ഞിരിക്കുന്ന തുക എങ്ങനെ അടച്ചു തീർക്കുമെന്നും വീട് വരെ കൈവിട്ടു പോകും എന്നൊക്കെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന മിഥുനം രാശിക്കാർക്ക് ഒരു അത്ഭുതമെന്ന പോലെ ചില സാമ്പത്തിക വഴികൾ ഒരുങ്ങി വരും. നിങ്ങൾ ഒന്നുകൊണ്ടും മനസ്സ് വിഷമിക്കേണ്ടതില്ല. കാരണം ഭാഗ്യം നിങ്ങളോടൊപ്പമുള്ള സമയമാണ് ഇത്. നിങ്ങൾക്ക് എത്രയൊക്കെ ഭാഗ്യം തെളിയുന്ന സമയമാണെങ്കിലും ഈശ്വരാധീനം കൈവിടാതെ ശ്രദ്ധിക്കുക. കാരണം ഭാഗ്യത്തോടൊപ്പം ഈശ്വരാധീനം കൂടിയുള്ളപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഇനി രണ്ടാമതായി, ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും ഈ ഭാഗ്യഭാവം കൊണ്ട് മാർച്ച് 10, 11, 12, 13 എന്നീ തീയതികളിൽ നിരവധി ശുഭകരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോകുന്ന രാശിക്കാർ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ മുതലുള്ള 4 ദിവസങ്ങൾ വളരെയധികം സൗഭാഗ്യങ്ങൾ നിറഞ്ഞതായിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാനും തുലാം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് കഴിയും. ദുർച്ചിലവുകളെല്ലാം ഒഴിവാക്കി വളരെ ഉപയോഗപ്രദമായ രീതിയിൽ മാത്രമായിരിക്കും നിങ്ങൾ പണം ഈ ഒരു സമയത്ത് വിനിയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗ്യദശ കൊണ്ട് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന ചില കുടുംബ സ്വത്തുക്കളാണ്. അതായത് പൂർവിക സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള സൗഭാഗ്യം തുലാം രാശിക്കാർക്ക് വന്നു ചേരുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് കരകയറുവാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ പോലും ചിന്തിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അതുപോലെ തന്നെ ഗർഭിണികൾ ആയിരിക്കുന്ന തുലാം രാശിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വളരെയധികം ആരോഗ്യനിലയിൽ മെച്ചപ്പെട്ട അനുഭവങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. ഇത് ഇപ്രകാരം എടുത്തു പറയുവാൻ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്നവരാണ്.
ഒന്ന് എഴുന്നേറ്റ് നടക്കുവാൻ പോലും ആരോഗ്യമില്ലാത്ത തരത്തിൽ തളർച്ചയും ക്ഷീണവുമെല്ലാം അനുഭവപ്പെട്ടിരുന്നതിനാൽ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതായി കാണുന്നത്. അതുപോലെ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന തുലാം രാശിക്കാർക്കും ഇത് ഏറ്റവും ആരോഗ്യം മെച്ചപ്പെടുന്ന സമയം തന്നെയായിരിക്കും. ശുക്രനും ചന്ദ്രനും ഭാഗ്യസ്ഥാനത്ത് ആയതിനാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം മാനസികമായ സന്തോഷവും സാമ്പത്തികമായ നേട്ടങ്ങളുമെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും. ഇനി മൂന്നാമതായി മാർച്ച് 10, 11, 12, 13 തീയതികളിൽ ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും അനുഗ്രഹത്താൽ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുന്ന രാശിക്കാർ മൂലം, പൂരം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ഈ 3 നക്ഷത്രക്കാരെയും കുറിച്ച് പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം പറയേണ്ട കാര്യം, നിങ്ങൾ അനുഭവിക്കാത്ത ഒരു കഷ്ടപ്പാടും ഇല്ല എന്നുള്ളതാണ്. മാനസികമായുള്ള വിഷമതകളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുമെല്ലാം ഒന്നിച്ചു വന്ന് നിങ്ങളെ പലതവണ തകർത്ത് കളയുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ അവിടെയൊന്നും അടിപതറാതെ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വിജയം ദൂരത്തല്ല, നിങ്ങളുടെ ഉന്നമനത്തിൻ്റെ നാളുകൾ വന്നിരിക്കുകയാണ്. ശുക്രൻ എന്ന ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് ഉണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത നേട്ടങ്ങളായിരിക്കും മനുഷ്യർക്ക് കരസ്ഥമാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ കഴിയുന്ന സാഹചര്യങ്ങളായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും മക്കളും മാതാപിതാക്കളും തമ്മിലുമൊക്കെ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും കുടുംബത്തിലെ സന്തോഷവും സമാധാനവുമൊക്കെ വളരെയധികം അധികരിക്കുകയും ചെയ്യും. ചില ധനുരാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾ ഏറ്റവും അധികം മനസ്സ് വിഷമിച്ച് ഇരിക്കുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കുട്ടികളുടെ പഠനവും പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുവാൻ പോലും എങ്ങനെ സാധിക്കും എന്നതിനെ പറ്റി ചിന്തിച്ചാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 2 ഗ്രഹങ്ങൾ നൽകുന്ന സൗഭാഗ്യം കൊണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വിഷമിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുകയും സാമ്പത്തികമായിട്ടുള്ള പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾ ആഗ്രഹിച്ച ചില സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനും വിദേശത്ത് ജോലി സ്വന്തമാക്കുവാനുള്ള യോഗവും ധനുരാശിക്കാർക്ക് ഈ സമയത്ത് ഉണ്ട്. ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങളുടെ വരുമാനത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പുതിയതായി തുടങ്ങുവാനുള്ള ഭാഗ്യവും ഈ സമയത്ത് ലഭിക്കും. ഇനി നാലാമതായി മാർച്ച് 10, 11, 12, 13 തീയതികളിൽ വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശുഭകാര്യങ്ങൾ നടക്കുന്നത്
നിങ്ങളുടെ ജോലിയുമായി സംബന്ധിച്ചായിരിക്കും. മകരം രാശിക്കാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനും അതുപോലെ പലതരത്തിലുള്ള സ്ഥാനക്കയറ്റങ്ങളും ഗുണകരമായ കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ മകരം രാശിക്കാരെ തേടിയെത്തും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ വഴി നിങ്ങൾക്ക് പുതിയ ജോലികളിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതായി കാണുന്നുണ്ട്. മാത്രമല്ല, മകരം രാശിക്കാരായിട്ടുള്ള ചില ആളുകൾക്ക് വീടുകളിലേക്ക് അത്യാവശ്യമായി വാങ്ങണമെന്ന് കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില ഫർണിച്ചറുകൾ വാങ്ങുവാനും ഈ സമയത്ത് കഴിയും. ഇത് മറ്റുള്ളവർക്ക് അത്ര വലിയ കാര്യമല്ലെങ്കിലും അത്രയേറെ ആഗ്രഹിച്ചിരുന്ന നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾ കടം വാങ്ങിയാൽ മാത്രമേ ചില കാര്യങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുകയുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായി ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ തന്നെ പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന ചില അത്ഭുതകരമായ കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. എന്തുകൊണ്ടും ഈ 4 രാശിക്കാർക്ക് മാർച്ച് 10, 11, 12, 13 തീയതികളിൽ ഉണ്ടാകുന്ന ഭാഗ്യയോഗം വളരെയധികം ശുഭകാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ നൽകുവാൻ പോകുന്നത്. ഇതേ സമയത്ത് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന്റെ അനുഗ്രഹം തേടുകയും ചെയ്യുക. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.